എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പാരഗൺ ഹോട്ടലിൽ കിട്ടുന്ന മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. നല്ല രുചികരമായിട്ടുള്ള മീൻ കറിയാണ്, മീൽസിൻ്റെ കൂടെ സെർവ് ചെയ്യുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ആവോലി മീനാണ് എടുത്തിരിക്കുന്നത്. 2 മീൻ എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 3/4 കിലോ ഉണ്ടാവും. ഏത് മീൻ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. പിന്നെ വേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, അതുപോലെ തക്കാളി, പച്ചമാങ്ങ, ചെറിയ ഉള്ളി, ഇത്രയാണ് എല്ലാം അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി ഒരു മൺചട്ടിയിലാണ് നമ്മൾ ഈ മീൻകറി ഉണ്ടാക്കുന്നത്. മൺചട്ടിയിലേക്ക് ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. 2-3 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ആദ്യം തന്നെ വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞതും ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത്, വെളുത്തുള്ളി ഒരു 4 അല്ലി എടുത്തിട്ടുണ്ട്, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, പച്ചമുളക് 3 എണ്ണം. അപ്പോൾ ഇതൊക്കെ അരിഞ്ഞത് ചേർത്തിട്ട് ഒന്ന് വഴറ്റുക. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ചേർക്കുമ്പോഴാണ് ഈ മീൻ കറിക്ക് നല്ല ടേസ്റ്റ്. ഇനി ചുവന്നുള്ളി ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ സവാള ചേർക്കാവുന്നതാണ്. ഇതിലേക്ക് കുറച്ച് പച്ചക്കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഈ ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരണം. ഒരുപാട് അങ്ങ് മൂക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. 2.5 ടീസ്പൂൺ മുളക് പൊടി, ടീസ്പൂണാണ്, കാശ്മീരി മുളക് പൊടിയാണ്. കൂടുതൽ എരിവ് വേണമെന്നുള്ളവർക്ക് എരിവുള്ള മുളക് പൊടി നിങ്ങളുടെ ഇഷ്ടാനുസരണം ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. മല്ലിപ്പൊടി മുളക് പൊടിയെക്കാട്ടിലും കുറച്ച് കുറവിലാണ് ഈ മീൻ കറിയിൽ ചേർക്കുന്നത്. മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെയൊക്കെ പച്ചമണം നന്നായിട്ടൊന്ന് മാറ്റിയെടുക്കാം. പച്ചമണമൊക്കെ ഇപ്പോൾ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങയും അതുപോലെ തന്നെ തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. മാങ്ങ പുളി അനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. തക്കാളി നമ്മൾ ഒരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. തക്കാളി ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. മാങ്ങയ്ക്ക് നല്ല പുളി ഉണ്ടെങ്കിൽ മാങ്ങ മാത്രം ചേർത്താലും മതി. ഞാനിവിടെ ഫ്രോസൺ മാങ്ങയാണ് ചേർത്തിരിക്കുന്നത്. ഫ്രഷ് ആയിട്ടുള്ള മാങ്ങ ചേർക്കുമ്പോഴാണ് ഒന്നുകൂടെ നല്ല ടേസ്റ്റ് കിട്ടുന്നത്. മാങ്ങയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് ഇതിലേക്ക് ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ചൂടുവെള്ളം ഒഴിക്കുന്നതാണ് നല്ലത്. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് അടച്ചു വെച്ച് നമുക്കൊന്ന് തിളപ്പിക്കാനായിട്ട് വെക്കാം. നന്നായിട്ട് തിള വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. വെള്ളം പോരാൻ തോന്നുകയെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർക്കാം നിങ്ങൾക്ക്. ഒരുപാട് വെള്ളം കൂടരുത്. ഈ മീൻ കറി കുറച്ച് കുറുകിയിട്ടാണ് വേണ്ടത്. അപ്പോൾ അടച്ചു വെച്ചിട്ട് മീനും കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇപ്പോഴേ നല്ല മണമാണ് ഈ മീൻ കറിക്ക്. പിന്നെ ഇതിലേക്ക് സ്പെഷ്യലായിട്ടുള്ള ടേസ്റ്റ് കൊടുക്കാനായിട്ട് നമ്മൾ ചേർക്കുന്നത് തേങ്ങാപ്പാലാണ്. ഒരു 3/4 കപ്പ് തേങ്ങയുടെ 1/4 പാല് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. തേങ്ങയുടെ കട്ടിപ്പാലാണ് 1/4 പാല്. അപ്പോൾ തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം ഒരുപാട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് ഒരു ചെറിയൊരു കനം കുറഞ്ഞ സ്പൂൺ വെച്ചിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. മീൻ പൊടിയാതെ ഇളക്കണം. ഇനി മീൻ പൊടിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ ചട്ടി ഒന്ന് ചുറ്റിച്ചെടുത്താലും മതി. അപ്പോൾ ചെറുതായിട്ടൊന്ന് തിള വന്നപ്പോഴത്തേക്ക് നമുക്ക് തീ ഓഫ് ചെയ്യാം. അതിന് മുൻപായിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ താളിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോഴേ ഇളക്കരുത്. അടച്ചൊരു 10-15 മിനിറ്റ് നേരം ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം സെർവ് ചെയ്യാവുന്നതാണ്. വളരെ രുചികരമായിട്ടുള്ളൊരു മീൻ കറിയാണ്. അപ്പോൾ ഇത് ചോറിനും മാത്രമല്ല, പൊറോട്ട, അതുപോലെ പുട്ട്, ഇടിയപ്പം എല്ലാത്തിനും കൂടെ നല്ല കോമ്പിനേഷൻ ആയിട്ടുള്ളൊരു മീൻ കറിയാണ്. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ ഒരുപാട് രീതിയിലുള്ള മീൻ കറികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പഴയ റെസിപ്പികളും കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്